PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 23 നടക്കാനിരിക്കുന്ന എക്സാമിന് വേണ്ടി ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്നും ഇമെയിൽ, സോഷ്യൽ മീഡിയ, സൈബർ ക്രൈംസ്, IT ആക്ട് ഇതൊക്കെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇമെയിൽ എന്താണ്? ടെക്സ്റ്റ് ബേസ്ഡ് മെസ്സേജസും ഫയൽസും സെൻഡ് ചെയ്യുന്നതിനുള്ള ഒരു ഇലക്ട്രോണിക് സംവിധാനമാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മെയിലിൻ്റെ ഷോർട്ടാണ്. ഇമെയിലിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റേ ടോംലിൻസൺ. ഇമെയിലിൻ്റെ പിതാവ് റേ ടോംലിൻസൺ. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് നമ്മൾ പഠിച്ചു, വിൻഡൻ സർഫ്. ഇമെയിലിൻ്റെ പിതാവ് റേ ടോംലിൻസൺ. ഇമെയിൽ സെൻഡ് ചെയ്യുന്നതിനും റിസീവ് ചെയ്യുന്നതിനുമുള്ള ഒരു പ്രോട്ടോക്കോളാണ് SMTP എന്ന് പറയുന്നത്. ഇമെയിൽ സെൻഡ് ചെയ്യുന്നതിനും റിസീവ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് SMTP. SMTPയുടെ ഫുൾ ഫോം സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇമ്പോർട്ടൻ്റ് ആണ്. SMTP മീൻസ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇമെയിൽ ത്രൂ ശബ്ദ സന്ദേശം അയക്കുന്നതിനെയാണ് വോയിസ് മെയിൽ എന്ന് പറയുന്നത്. ഇമെയിൽ ത്രൂ ശബ്ദ സന്ദേശം അയക്കുന്നതിനെ വോയിസ് മെയിൽ എന്ന് പറയുന്നു. എന്താണ് സ്പാം, എന്താണ് സ്പിം എന്ന് നോക്കാം. സ്പാം എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ഓർ നോൺ റിക്വസ്റ്റഡ് ഇമെയിൽസ് റിസീവ് ചെയ്യുന്ന ഒരു ഫോൾഡറാണ് സ്പാം എന്ന് പറയുന്നത്. അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമെയിൽസ് റിസീവ് ചെയ്യുന്ന ഫോൾഡറാണ് സ്പാം. എന്നാൽ അൺവാണ്ടഡ് മെസ്സേജസ് റിസീവ് ചെയ്യുന്ന ഫോൾഡറാണ് സ്പിം. സ്പാമിൽ ഇമെയിലാണ് റിസീവ് ചെയ്യുന്നത്, സ്പിമ്മിൽ മെസ്സേജസ്. ജിമെയിൽ എന്ന് വെച്ചാൽ ഗൂഗിൾ കമ്പനിയുടെ ഇമെയിൽ സർവീസാണ് ജിമെയിൽ. ഹോട്ട്മെയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അത് മൈക്രോസോഫ്റ്റിൻ്റെ ഇമെയിൽ സർവീസാണ്. ഹോട്ട്മെയിൽ പേര് മാറ്റി outlook.com ആയിട്ടുണ്ട്. ഹോട്ട്മെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സബീർ ഭാട്ടിയ ആൻഡ് ജാക്ക് സ്മിത്ത് ആണ്. ഹോട്ട്മെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സബീർ ഭാട്ടിയ ആൻഡ് ജാക്ക് സ്മിത്ത്. ഹോട്ട്മെയിലിൻ്റെ ഇപ്പോഴത്തെ പേര് outlook.com. അപ്പം ഇത്രയാണ് ഇമെയിലിനെ കുറിച്ച് പറയാനുള്ളത്. ഇമെയിൽ മീൻസ് ഇലക്ട്രോണിക് മെയിൽസ്. ഇമെയിൽ സെൻഡ് ചെയ്യുന്നതിനും റിസീവ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് SMTP. SMTPയുടെ ഫുൾ ഫോം സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. സ്പാം ആൻഡ് സ്പിം, അൺവാണ്ടഡ് ഇമെയിൽസ് വരുന്നതാണ് സ്പാം, അൺവാണ്ടഡ് മെസ്സേജസ് വരുന്നതാണ് സ്പിം. ജിമെയിൽ ഗൂഗിൾ കമ്പനിയുടെ ഇമെയിൽ സർവീസാണ്. ഹോട്ട്മെയിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഇമെയിൽ സർവീസാണ്. ഹോട്ട്മെയിലിൻ്റെ ഇപ്പോഴത്തെ പേരാണ് outlook.com. അടുത്തത് സോഷ്യൽ മീഡിയ. ആൾക്കാർ ദിനം പ്രതി യൂസ് ചെയ്യുന്ന ഒരുപാട് സോഷ്യൽ മീഡിയാസ് ഉണ്ട്. ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ്, ഇതൊക്കെ. ഇതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം ഫേസ്ബുക്ക് നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 4-നാണ്. ഫേസ്ബുക്ക് നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 4. ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ മാർക്ക് സക്കർബർഗ്. ഫേസ്ബുക്കിൻ്റെ ആസ്ഥാനം കാലിഫോർണിയയിലെ മെൻലോ പാർക്കാണ്. ഇന്ത്യയിൽ ഹൈദരാബാദാണ് ഫേസ്ബുക്കിൻ്റെ ആസ്ഥാനം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് യൂസേഴ്സ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഫേസ്ബുക്കിൻ്റെ ഓട്ടോ കോളിംഗ് ആപ്പാണ് ക്യാച്ചപ്പ്. വീഡിയോ ഷെയർ ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് വാച്ച് എന്ന് പറയുന്നത്. ഫേസ്ബുക്കിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്ന പ്ലാറ്റ്ഫോം വാച്ച്. ഫേസ്ബുക്ക് നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 4. സ്ഥാപകൻ മാർക്ക് സക്കർബർഗ്. ആസ്ഥാനം കാലിഫോർണിയയിലെ മെൻലോ പാർക്ക്, ഇന്ത്യയിൽ ഹൈദരാബാദ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് യൂസേഴ്സ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഫേസ്ബുക്കിൻ്റെ ഓട്ടോ കോളിംഗ് ആപ്പ് ക്യാച്ചപ്പ്. വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ് വാച്ച്. അടുത്തത് യൂട്യൂബ്. 2005-ലാണ് യൂട്യൂബ് വന്നത്. 2004 ഫേസ്ബുക്ക്, 2005 യൂട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്റ്റീവ് ചെൻ, ചഡ് ഹെർലി, ജാവേദ് കരീം. ഇവർ 3 പേരും കൂടെ കൂടിയിട്ടാണ് യൂട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സ്റ്റീവ് ചെൻ, ചഡ് ഹെർലി, ജാവേദ് കരീം. 3 പേരും പഠിച്ചു വെക്കണം. സ്റ്റീവ് ചെൻ, ചഡ് ഹെർലി, ജാവേദ് കരീം. ഇവരാണ് യൂട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. യൂട്യൂബിൻ്റെ സ്ലോഗനാണ് ബ്രോഡ്കാസ്റ്റ് യുവർസെൽഫ് എന്നത് യൂട്യൂബിൻ്റെ സ്ലോഗനാണ്. അടുത്തത് ട്വിറ്ററാണ്. 2006-ലാണ് ട്വിറ്റർ വന്നത്.
ട്വിറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജാക്ക് ഡേഴ്സി, ഇവാൻ വില്യംസ്. ഇവർ രണ്ടുപേരും കൂടിയാണ് ട്വിറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജാക്ക് ഡേഴ്സി, ഇവാൻ വില്യംസ്. ട്വിറ്ററിൻ്റെ മ്യൂസിക് ആപ്പാണ് ഹാഷ് മ്യൂസിക്. ട്വിറ്ററിൻ്റെ മ്യൂസിക് ആപ്പ് ഹാഷ് മ്യൂസിക്. അടുത്തത് വാട്സപ്പാണ്. ഇൻസ്റ്റൻറ്റ് മെസ്സേജ് ആപ്ലിക്കേഷനാണ് ഈ വാട്സപ്പ് എന്ന് പറയുന്നത്. വാട്സപ്പ് നിലവിൽ വന്നത് 2009 ജാൻകോം, ബ്രയാൻ ആക്റ്റൽ ഇവർ രണ്ടുപേരും കൂടിയാണ് വാട്സപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വാട്സപ്പ് നിലവിൽ വന്ന വർഷം 2009. ജാൻകോം, ബ്രയാൻ ആക്റ്റൽ ഇവർ രണ്ടുപേരും കൂടിയാണ് വാട്സപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫേസ്ബുക്ക് വാട്സപ്പിനെ ഏറ്റെടുത്ത വർഷം 2014. വിത്ത് ഡേറ്റ് പറയുകയാണെങ്കിൽ ഫെബ്രുവരി 19. ഫേസ്ബുക്ക് വാട്സപ്പിനെ ഏറ്റെടുത്ത വർഷം 2014 ഫെബ്രുവരി 19. ഇതൊരു ചാറ്റ് ആപ്ലിക്കേഷനാണ്. വാട്സപ്പ് 2009 നിലവിൽ വന്നു. ജാൻകോം, ബ്രയാൻ ആക്റ്റൽ ഇവർ രണ്ടുപേരും കൂടിയാണ് വാട്സപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫേസ്ബുക്ക് വാട്സപ്പിനെ ഏറ്റെടുത്ത വർഷം 2014 ഫെബ്രുവരി 19. അടുത്തത് ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാം വന്നത് 2010. ഇൻസ്റ്റഗ്രാം വന്നത് 2010. ഇൻസ്റ്റഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കെവിൻ സിസ്റ്റ്രോം ആൻഡ് മാർക്ക് ക്രിഗർ. കെവിൻ സിസ്റ്റ്രോം ആൻഡ് മാർക്ക് ക്രിഗറാണ് ഇൻസ്റ്റഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻസ്റ്റഗ്രാമിനെ ഫേസ്ബുക്ക് ഏറ്റെടുത്തത് 2012. 2010 ഇൻസ്റ്റഗ്രാം വന്നു, 2012 ഫേസ്ബുക്ക് ഏറ്റെടുത്തു. അടുത്തത് ടെലഗ്രാമാണ്. 2013 ഓഗസ്റ്റിലാണ് ടെലഗ്രാം നിലവിൽ വരുന്നത്. ടെലഗ്രാമിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടനിലാണ്. ടെലഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് വ്യക്തികളാണ് നിക്കോളെ ദുരോവ് ആൻഡ് പവൽ ദുരോവ്. നിക്കോളെ ദുരോവ് ആൻഡ് പവൽ ദുരോവ് ഇവർ രണ്ടുപേരും കൂടിയാണ് ടെലഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടെലഗ്രാമിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ലണ്ടനിലാണ്. സ്കൈപ്പ് 2003 വരുന്നത്. പി കസേലു ആൻഡ് ജാൻ ടാലിൻ ഇവർ രണ്ടുപേരും കൂടിയാണ് സ്കൈപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വൈബർ 2010 ഡിസംബറിലാണ് വൈബർ ഇൻട്രൊഡ്യൂസ് ആവുന്നത്. ടാൽമൺ മാർക്കോ എന്ന വ്യക്തിയാണ് വൈബർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടാൽമൺ മാർക്കോ എന്നയാളാണ് വൈബർ സ്ഥാപിച്ചത്. ഇതും ഒരു ചാറ്റ് ആപ്ലിക്കേഷനാണ്. അടുത്തത് പ്രധാനപ്പെട്ട കുറച്ച് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സ് നോക്കാം. ഒന്ന് ആമസോൺ. ആമസോൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് ജെഫ് ബെസോസ്. ആമസോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജെഫ് ബെസോസ് ആണ്. ഫ്ലിപ്കാർട്ട് സച്ചിൻ ബൻസാൽ ആൻഡ് ബിന്നി ബൻസാൽ. ഫ്ലിപ്കാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സച്ചിൻ ബൻസാൽ ആൻഡ് ബിന്നി ബൻസാൽ. 2007 ഫ്ലിപ്കാർട്ട് വന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂർ ആണ്. ഫ്ലിപ്കാർട്ടിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബംഗളൂരു. 2018 വാൾമാർട്ട് ഫ്ലിപ്കാർട്ടിനെ ഏറ്റെടുത്തു. ഫ്ലിപ്കാർട്ടിനെ ഏറ്റെടുത്ത കമ്പനിയാണ് വാൾമാർട്ട്. വർഷം 2018. സ്നാപ്ഡീൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കുണാൽ ബഹാലാണ്. സ്നാപ്ഡീൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് കുണാൽ ബഹാൽ. ആലിബാബ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ജാക്മ. ഇത് കൂടാതെ മിന്ത്ര, ഫ്യൂച്ചർ ബസാർ, ഈബേ ഇങ്ങനെ ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ഇ കൊമേഴ്സിൽ വരുന്നതാണ്. ഇലക്ട്രോണിക് കൊമേഴ്സിൽ വരുന്നതാണ്. അടുത്തത് IT ആക്ട് ആൻഡ് സൈബർ ലോ. ഇത് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഓരോരുത്തരും പാലിക്കേണ്ട നിയമങ്ങളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമമാണ് IT ആക്ട് 2000. 2000 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സൈബർ നിയമം വരുന്നത്. 2000 IT ആക്ട് നിലവിൽ വരുമ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ ആയിരുന്നു പ്രമോദ് മഹാജൻ. 2000 IT ആക്ട് നിലവിൽ വരുമ്പോൾ കേന്ദ്ര ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ ആയിരുന്നു പ്രമോദ് മഹാജൻ. ആ ഒരു സമയത്ത് പ്രസിഡൻ്റ് ആയിരുന്നത് KR നാരായണനാണ്. IT ആക്ട് 2000 ഒപ്പുവെച്ച പ്രസിഡൻ്റാണ് KR നാരായണൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്നത് AB വാജ്പേയി. IT ആക്ട് 2000 പാസ്ഡ് ഓർ ഇനാക്റ്റഡ് ഓൺ 9th June 2000. പാസ്സായ ഡേറ്റ് എന്ന് പറയുന്നത് 2000 ജൂൺ 9 എന്നാൽ നിലവിൽ വന്നത് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 17th October 2000. 2000 IT ആക്ട് പാസ്സായത് 2000 ജൂൺ 9 എന്നാൽ നിലവിൽ വരുന്നത് 17th October 2000.
IT Act 2000 passed or enacted on 9th June 2000 and came into force on 17th October 2000. ഈ ഒരു ആക്ടിന് 13 ചാപ്റ്റേഴ്സും 94 സെക്ഷൻസും 4 ഷെഡ്യൂൾസും ഉണ്ടായിരുന്നു. 13 ചാപ്റ്റേഴ്സും 94 സെക്ഷൻസും 4 ഷെഡ്യൂൾസും IT ആക്ട് 2000 ഉണ്ടായിരുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അല്ലെങ്കിൽ ITA 2000, ഇൻ്റർനെറ്റ് ആക്ട്, കമ്പ്യൂട്ടർ ആക്ട് എന്നൊക്കെ പറയുന്നത് ഈ IT ആക്ട് 2000 ആണ്. 2008 നവംബർ 26 നടന്ന മുംബൈ ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ ഫലമായിട്ട് 2008 ഈ ആക്ട് അമെൻഡ് ചെയ്ത് ചില പ്രൊവിഷൻസ് കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് IT അമെൻമെൻറ്റ് ആക്ട് നിലവിൽ വരുന്നത്. IT അമെൻമെൻറ്റ് ആക്ട് വന്ന വർഷം 2008. IT അമെൻമെൻറ്റ് ആക്ട് 2008 പാസ്ഡ് ഓർ ഇനാക്റ്റഡ് ഓൺ 23rd December 2008. ഇത് ലോക്സഭ പാസ്സാക്കിയതാണ് ഡിസംബർ 23-ന്. രാജ്യസഭ പാസ്സാക്കിയത് ഡിസംബർ 24-നാണ്. 2008 ഡിസംബർ 23-ന് ലോക്സഭ പാസ്സാക്കി. അതേ തൊട്ടടുത്ത ദിവസം 24-ന് രാജ്യസഭ പാസ്സാക്കി. ഈ ഒരു ആക്ട് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27-നാണ്. IT അമെൻമെൻറ്റ് ആക്ട് 2008 കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 2009 ഒക്ടോബർ 27. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. IT ആക്ട് 2000 പാസ്സായത് 2000 ജൂൺ 9-ന്. IT ആക്ട് 2000 നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17-ന്. IT അമെൻമെൻറ്റ് ആക്ട് 2008 പാസ്സായത് 2008 ഡിസംബർ 24-നാണ്. IT അമെൻമെൻറ്റ് ആക്ട് 2008 നിലവിൽ വരുന്നത് 2009 ഒക്ടോബർ 27-ന്. 2008 അമെൻമെൻറ്റ് ആക്ടിന് 14 ചാപ്റ്റേഴ്സും 124 സെക്ഷൻസും 2 ഷെഡ്യൂൾസും ഉണ്ടായിരുന്നു. IT അമെൻമെൻറ്റ് ആക്ട് 2008 ഒരു പ്രധാനപ്പെട്ട ഫീച്ചേഴ്സായിരുന്നു ഇലക്ട്രോണിക് സിഗ്നേച്ചർ. 2000 IT ആക്ടിൽ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ 2008 അമെൻമെൻറ്റ് ആക്ടിൽ ഇലക്ട്രോണിക് സിഗ്നേച്ചറിനെ കുറിച്ച് പറയുന്നു. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CERT-IN. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം CERT-IN. CERT-INൻ്റെ ഫുൾ ഫോം ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇത് നിലവിൽ വന്നത് 2004-ലാണ്. നാഷണൽ നോഡൽ ഏജൻസി ഫോർ സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻറ്റ് റെസ്പോൺസ്, അത് CERT-IN ആണ്. നാഷണൽ നോഡൽ ഏജൻസി ഫോർ സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻറ്റ് റെസ്പോൺസ് എന്താണ്? CERT-IN ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട IT ആക്ടിൻ്റെ കുറച്ച് സെക്ഷൻസ് നോക്കാം. IT ആക്ട് 2008 അമെൻമെൻറ്റ് ആക്റ്റാണ്. ഇതിൽ സെക്ഷൻ 61 പറയുന്നത് സൈബർ കോഡ്സ് ആണ്. അതായത് സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സിവിൽ കോടതികൾക്ക് അധികാരമില്ല. അതിന് സൈബർ കോഡ്സ് ഉണ്ട്. ഇതാണ് സെക്ഷൻ 61 പറയുന്നത്. IT ആക്ട് 2008 61ാമത്തെ സെക്ഷൻ പറയുന്നത് സൈബർ കോഡ്സ്. അടുത്ത 66 ഹാക്കിംഗ്. ഹാക്കിങ്ങിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 66-ലാണ്. ഹാക്കിംഗ് എന്ന് പറയുന്നത് ഒരു സൈബർ ക്രൈമാണ്. ഇതിന് ലഭിക്കാവുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം ജയിൽ ടേം, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ, അല്ലെങ്കിൽ ഇത് രണ്ടും. ഇതാണ് ഹാക്കിങ്ങിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ. 66A സെക്ഷൻ 2015 എടുത്തു കളഞ്ഞതാണ്. 66A പറയുന്നത് പണിഷ്മെൻറ്റ് ഓഫ് ഒഫൻസീവ് മെസ്സേജസ് ത്രൂ ഇലക്ട്രോണിക് മീൻസ്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ഓഫൻസീവായിട്ടുള്ള മെസ്സേജസിനുള്ള പണിഷ്മെൻ്റാണ് 66A പറയുന്നത്. പക്ഷേ അത് 2015 എടുത്തു കളഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന ഒരു സെക്ഷൻ ആയതുകൊണ്ടാണത് എടുത്തു കളഞ്ഞത്. 66B പറയുന്നത് റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ ഓർ ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. മോഷ്ടിക്കപ്പെട്ട ഉപകരണങ്ങൾ സ്വീകരിക്കുന്നത് ശിക്ഷാർഹമാണ്. അത് പറയുന്നത് 66B-ലാണ്. 66C ഐഡൻറ്റിറ്റി തെഫ്റ്റ്, വ്യക്തി വിവര മോഷണം. 66C പറയുന്നത് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. 66D ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ. സെക്ഷൻ 66D പറയുന്നത് ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ. 66E വയലേഷൻ ഓഫ് പ്രൈവസി.
66E വയലേഷൻ ഓഫ് പ്രൈവസി. സെക്ഷൻ 66F മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, സൈബർ ടെററിസം. സെക്ഷൻ 66Fൽ പറയുന്നത് സൈബർ ടെററിസം. സെക്ഷൻ 67A പോണോഗ്രഫി, അതായത് അഡൾട്ട്സിൻ്റെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശിക്ഷാർഹമാണ്. അത് പറയുന്നത് സെക്ഷൻ 67Aയിലാണ്. 67Bയിൽ പറയുന്നത് ചൈൽഡ് പോണോഗ്രഫിയാണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്നത് സെക്ഷൻ 67Bയിലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈബർ ക്രൈംസ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് സൈബർ ക്രൈംസ്. ആദ്യത്തേത് സൈബർ ടെററിസം. രാജ്യത്തിൻ്റെ സുരക്ഷ, പരമാധികാരം എന്നിവയെ ബാധിക്കുന്ന തരത്തിൽ IT ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ വിവര സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് എന്താണ്? ഒരു സൈബർ ക്രൈമാണ്. ആ ഒരു ക്രൈമിന് പറയുന്ന പേരാണ് സൈബർ ടെററിസം. രാജ്യത്തിൻ്റെ സുരക്ഷ, പരമാധികാരം എന്നിവയെ ബാധിക്കുന്ന തരത്തിൽ വിവര സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ക്രൈമാണ് സൈബർ ടെററിസം. അടുത്തത് ഇമെയിൽ സ്പൂഫിംഗ്. ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത് ഒരു സൈബർ ക്രൈമാണ്. വ്യാജ ഇമെയിൽ ID ഉപയോഗിച്ച് മെസ്സേജ് അയച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ വിവരങ്ങളെല്ലാം ചോർത്തിയെടുക്കുന്നതിനെയാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. വ്യാജ ഇമെയിൽ ID ഉപയോഗിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന ക്രൈമാണ് ഇമെയിൽ സ്പൂഫിംഗ്. അടുത്തത് സൈബർ ഫോർജറി. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പ്യൂട്ടർ, പ്രിൻ്റർ, സ്കാനറൊക്കെ ഉപയോഗിച്ച് സർട്ടിഫിക്കറ്റ്, കറൻസി നോട്ട്സ്, സ്റ്റാമ്പ് ഇതെല്ലാം ഫേക്കായിട്ട് നിർമ്മിക്കുന്ന ക്രൈമാണ് സൈബർ ഫോർജറി. പ്രൊഡ്യൂസ് ഫേക്ക് സർട്ടിഫിക്കറ്റ്, കറൻസി നോട്ട്സ്, സ്റ്റാമ്പ്സ് ബൈ യൂസിങ് കമ്പ്യൂട്ടർ, പ്രിൻ്റർ, സ്കാനർ എക്സെട്ര. അടുത്തത് ഇമെയിൽ ബോംബിംഗ്. ഒരേപോലെയുള്ള ഇമെയിൽസ് കണ്ടിന്യൂസ് ആയി അയച്ച് മെയിൽ സെർവർ ക്രാഷ് ചെയ്യുന്നതിനെയാണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. It refers to sending a large number of emails to the victim, resulting in the victim's email account or mail servers crashing. അടുത്തത് ക്രാക്കിംഗ്. വിലപ്പെട്ട സോഫ്റ്റ്വെയർസ് നശിപ്പിക്കുന്നതിനെയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഒരാളുടെ സോഫ്റ്റ്വെയർസ് അതിൽ മോഡിഫിക്കേഷൻ നടത്തി ഫീച്ചേഴ്സ് ഡിസേബിൾ ആക്കുന്നത് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് റിമൂവ് ചെയ്യുന്നതിനെയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ നശിപ്പിക്കുന്നതിനെയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. സൈബർ സ്ക്വാട്ടിംഗ്. സൈബർ ക്വാട്ടിംഗ് എന്ന് വെച്ചാൽ ഇമെയിൽ IDയുടെ ഡൊമൈൻ നെയിം മിസ്യൂസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. ഡൊമൈൻ നെയിം മിസ്യൂസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ചെയ്യുന്ന കുറ്റകൃത്യമാണ് സൈബർ സ്ക്വാട്ടിംഗ്. സൈബർ ഡിഫേമേഷൻ എന്ന് വെച്ചാൽ റെപ്യൂട്ടഡ് കമ്പനീസിൻ്റെയോ റെപ്യൂട്ടഡ് പേഴ്സണാലിറ്റീസിൻ്റെയോ തെറ്റായ വിവരങ്ങൾ കൊടുത്ത് അപകീർത്തിപ്പെടുത്തുന്നതിനെയാണ് സൈബർ ഡിഫേമേഷൻ എന്ന് പറയുന്നത്. റെപ്യൂട്ടഡ് കമ്പനീസിനെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്ന ക്രൈമാണ് സൈബർ ഡിഫേമേഷൻ. സൈബർ സ്റ്റോക്കിംഗ് എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ്, ഇമെയിൽ, ടെക്സ്റ്റ് മെസ്സേജസ്, ഫോൺ കോള്, വെബ് ക്യാമറ എന്നിവ ഉപയോഗിച്ച് ഒരാളെ ഭീഷണിപ്പെടുത്തുന്ന ക്രൈമാണ് സൈബർ സ്റ്റോക്കിംഗ്. ഇൻ്റർനെറ്റ്, ഇമെയിൽ, ടെക്സ്റ്റ് മെസ്സേജസ്, ഫോൺ കോൾ, വെബ് ക്യാമറ ഇവ ഉപയോഗിച്ച് ഒരാളെ ഭീഷണിപ്പെടുത്തുന്നതാണ് സൈബർ സ്റ്റോക്കിംഗ്. അടുത്തത് ഡാറ്റ ഡിഡ്ലിംഗ് ആണ്. അനധികൃതമായി ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് ഓൾട്ടർ ചെയ്യുന്നതിനെയാണ് ഡാറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. അനുവാദമില്ലാതെ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് ഡാറ്റാസ് ഓൾട്ടർ ചെയ്യുന്നതിനെയാണ് ഡാറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. സലാമി അറ്റാക്സ്. സലാമി അറ്റാക്സ് എന്ന് വെച്ചാൽ സാമ്പത്തിക തട്ടിപ്പാണ്. ബാങ്കുകളിൽ നിന്നും മറ്റുള്ളവരുടെ പണം തട്ടിയെടുക്കുന്നതാണ് സലാമി അറ്റാക്സ്. വെബ് ജാക്കിംഗ്. വെബ് ജാക്കിംഗ് അല്ലെങ്കിൽ വെബ് ഹൈജാക്കിംഗ് എന്ന് വെച്ചാൽ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്നതാണ്. ശരിയായ ഓണറിൽ നിന്നും വെബ്സൈറ്റിൻ്റെ കൺട്രോൾ തട്ടിയെടുക്കുന്ന ക്രൈമാണ് വെബ് ജാക്കിംഗ്. ഫിഷിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ആൻ അറ്റാക്ക് ടു അറ്റംപ്റ്റ് ടു അക്വയർ സെൻസിറ്റീവ് ഇൻഫർമേഷൻ സച്ച് ആസ് യൂസർ നെയിംസ്, പാസ്വേഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്. ഒരാളുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ആയ യൂസർ നെയിംസ്, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എല്ലാം തട്ടിയെടുത്ത് നടത്തുന്ന തട്ടിപ്പാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അടുത്തത് സ്നൂപ്പിംഗ്. ഒരു കമ്പനിയുടെ ഡാറ്റ അനധികൃതമായി യൂസ് ചെയ്യുന്നതിനെയാണ്
സ്നൂപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ഡാറ്റ അവരുടെ അറിവില്ലാതെ യൂസ് ചെയ്യുന്നതിനെയാണ് സ്നൂപ്പിംഗ് എന്ന് പറയുന്നത്. ഹാക്കിംഗ് എന്താണ്? അൺഓതറൈസ്ഡ് ആക്സസ് ടു ആൻ അക്കൗണ്ട് ഓർ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യുകയും അവയിലുള്ള ഡാറ്റാസ്, പ്രോഗ്രാംസ് എന്നിവ നശിപ്പിക്കുകയോ ചെയ്യുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഹാക്കേഴ്സ് 3 തരത്തിലുണ്ട്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് എത്തിക്കൽ ഹാക്കേഴ്സാണ്. നല്ല ഉദ്ദേശത്തോടു കൂടി ഹാക്ക് ചെയ്യുന്നതാണ്. ദുരുദ്ദേശത്തോടു കൂടി ഹാക്ക് ചെയ്യുന്നതാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ഒന്നുകിൽ നല്ല ഉദ്ദേശം അല്ലെങ്കിൽ ദുരുദ്ദേശം അങ്ങനെ ഹാക്ക് ചെയ്യുന്നതാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഡാറ്റ തെഫ്റ്റ്, ഡാറ്റ മോഷ്ടിക്കുക. ശരിയായ ഓണറിൻ്റെ അറിവില്ലാതെ ഡാറ്റ മോഷ്ടിച്ച്, അതായത് CD-യിലേക്കോ പെൻഡ്രൈവിലേക്കോ ഒക്കെ മാറ്റുന്നതിനെയാണ് ഡാറ്റ തെഫ്റ്റ് എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ടുള്ള സൈബർ ക്രൈംസ്, IT ആക്ട്, സോഷ്യൽ മീഡിയ, ഇമെയിൽ ഇതൊക്കെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.